ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഊണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ 1:30 മണിക്കാണ് ഉണ്ണുന്നത്. അപ്പോൾ 1:30 മണിയായിട്ടുണ്ട്. അപ്പം നമ്മൾ ചോറെടുത്തിരിക്കും. അപ്പോൾ ഇന്നത്തെ ഊണിൻ്റെ വിഭവങ്ങളെന്ന് പറഞ്ഞാൽ വലിയ വിഭവങ്ങളൊന്നുമില്ല. മഴയൊക്കെ ആയിരുന്നു. ഇന്ന് മീനൊന്നും വാങ്ങിച്ചില്ല. ചോറിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചു കൂട്ടാനായിട്ട് ഇന്ന് നല്ല മോര് കറി ഉണ്ടായിരുന്നേ. മോര് കറി എന്ന് പറഞ്ഞാൽ തേങ്ങയും ജീരകവും കൂടെ അരച്ചതിന് ശേഷം തൈരും കൂടി ഒഴിച്ച് ഒന്ന് കടുക് വറുത്ത് ഇച്ചിരി ഉലുവയും കടുക് ഇട്ട് ചാളിച്ചെടുക്കുന്നതാണ് മോര് കറി. പിന്നെ നമ്മൾ ചേനയും വൻപയറും കൂടെ എരിശ്ശേരി വെച്ച് കേട്ടോ. ചേനയും വൻപയറും കൂടെ എരിശ്ശേരി വെക്കാനായിട്ട് തേങ്ങയുടെ കൂട്ടത്തിൽ ഒരു അര സ്പൂണ് കുരുമുളക്, പിന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ അരച്ചിട്ട് ചേനയും വൻപയറും കൂടെ വേവിച്ചതിനകത്തിട്ട് അത് ഇളക്കി അതിന് ശേഷം ഒന്ന് കടുക് വറുത്തെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു 2 ടീസ്പൂണ് തേങ്ങയും കൂടെ വറുത്തിടുമ്പോഴത്തേക്ക് നല്ല ഒന്നാന്തര എരിശ്ശേരി കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ് എരിശ്ശേരിക്ക്. നല്ല ഒരു കറി. അപ്പം ഈ എരിശ്ശേരി എന്ന് പറയുന്നത് നമ്മുടെ മോരുകറിയുമായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ചീമച്ചക്ക ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ ഈയിടെ ഞാനൊരു കുറച്ച് ചീമച്ചക്ക ഉണ്ടായിരുന്നു, പറിച്ചു. അപ്പോൾ അത് ഒരു തീയൽ വെച്ചു. ചീമച്ചക്ക, ഉള്ളി, ഒരു തക്കാളിയും കൂടെ കണ്ടിച്ചിട്ട് വേവിച്ചതിന് ശേഷം നമ്മൾ തേങ്ങ വറുത്തതിൻ്റെ കൂട്ടത്തിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ല വെണ്ണ പോലെ അരച്ച് ചേർക്കുമ്പോൾ നല്ല ഒന്നാന്തരം തീയൽ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റായി ഈ തീയലിന്. ഇതൊരു സ്പെഷ്യൽ സ്വാദുള്ള തീയലാണേ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ചമ്മന്തി ഉണ്ടായിരുന്നേ. ചമ്മന്തി എന്ന് പറഞ്ഞാൽ ഞാൻ പച്ചമുളക് വെച്ചാണ് ഇട്ടത്. അതായത് തേങ്ങയും ഉള്ളിയും ഇഞ്ചി കഷ്ണവും ഒരു കഷ്ണം പുളിയും കൂടെ അരച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരു പച്ചമുളകും കൂടെ ചതച്ചിടുമ്പോൾ നല്ല ഒന്നാന്തരം പച്ചമുളക് ചമ്മന്തി റെഡിയായി കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഊണിൻ്റെ വിഭവങ്ങൾ. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ പറയുകയാണെങ്കിൽ തൈര് വേണമെങ്കിലുണ്ട്, അതും കൂടെ കഴിഞ്ഞാൽ അച്ചാറുണ്ട്. അപ്പം അച്ചാറും തൈരും വേണമെങ്കിൽ എടുക്കത്തേ ഉള്ളൂ. ഇതാണ് മെയിനായിട്ടുള്ള കറികൾ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഊണ് ഞാൻ ഉണ്ണട്ടെ കേട്ടോ. ഊണ് കഴിച്ചോ?